നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. സാധാരണ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ആപ്പിൽ പോയിട്ട് വളരെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷേ കുറേ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വെറും മിനിറ്റുകൾക്കകം തന്നെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് Pfpmaker എന്ന് സെർച്ച് ചെയ്യുക. Pfpmaker എന്ന് സെർച്ച് ചെയ്താൽ അതിൽ വരുന്ന ഫസ്റ്റ് റിസൾട്ട് അത് സെലക്ട് ചെയ്യുക. ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് pfpmaker.com എന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇവിടെ താഴെ നമുക്കൊരു പ്ലസ് ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. എന്നിട്ട് ഡൺ കൊടുക്കുക. അങ്ങനെ ഡൺ കൊടുത്താൽ ജനറേറ്റിംഗ് പ്രൊഫൈൽ പിക്ക് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ചില പ്രൊഫൈൽ പിക്കും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്പിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കണം. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ ചെയ്തു തരും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിൽ എഡിറ്റിന് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺലോഡായിട്ട് വരും. പിന്നെ വേറെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയാൽ കാണാം ഇത് ഫ്രീ ആയതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലോഗോയോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയും വരുന്നില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു പ്രൊഫൈൽ പിക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ സൈഡിലൊരു ഐ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ആർട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാനൽ ആർട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പറ്റി അതായത് ഈ പ്രൊഫൈൽ പിക്കിന് പറ്റിയിട്ടുള്ള ചാനൽ ആർട്ടിൻ്റെ ഇമേജ് വരും. അതിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഈ ഒരു വെബ്സൈറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.